AI ലോകക്രമത്തിൽ നാളെ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളും ലോകരാജ്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്ന് കേരളം ചെയ്യുന്നതെന്ന് വിലയിരുത്തിയാണ് രാജ്യത്തെ ആദ്യ അന്താരാഷ്ട്ര ജൻ AI കോൺക്ലേവ് കൊച്ചിയിൽ സമാപിക്കുന്നത്. കോൺക്ലേവിലെ യുവജന പങ്കാളിത്തം ഭാവി കേരളത്തിന് വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. ഭാവിയെ സൃഷ്ടിക്കാനുള്ള സ്വപ്നം പോലെ മറ്റൊന്നില്ലെന്ന മഹാനായ ഫ്രഞ്ച് കവി വിക്ടർ ഹ്യൂഗോ. ആ സ്വപ്നം ഊണിലും ഉറക്കത്തിലും കാണുന്ന ആയിരങ്ങൾ. ലോകത്തെ തന്നെ ആദ്യത്തെ ജനറേറ്റീവ് AI കോൺക്ലേവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൊച്ചി കോൺക്ലേവ് സമാപിക്കുമ്പോൾ അത് കേരളത്തിന് നൽകുന്നത് അതിരറ്റ ആത്മവിശ്വാസമാണ്. കോൺക്ലേവിൽ പങ്കെടുത്ത ആളുകളുടെ ശരാശരി പ്രായം 26. കേരളത്തിലെ ടെക്നിക്കൽ വിദ്യാഭ്യാസശാലകളിൽ AI സിലബസുകളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെന്ന് മന്ത്രിയും VCയുമുള്ള വേദിയിൽ ആവശ്യപ്പെടുന്ന വിദ്യാർത്ഥികൾ. ഭാവി കേരളം രാജ്യത്തെ മുന്നോട്ട് നയിക്കുമെന്ന പ്രഖ്യാപനമായി ചർച്ചകൾ മാറി. AI മനുഷ്യശേഷിയെ പിന്തള്ളില്ലേ എന്ന് ആവർത്തിക്കപ്പെടുന്ന ചോദ്യത്തിന് മനുഷ്യന്റെ തലച്ചോർ നിർമ്മിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന നിർമ്മിത ബുദ്ധി ലോകം മനുഷ്യന്റെ തന്നെ എന്ന മറുപടി. Actually, AI will not replace humans. Actually, humans with AI will replace humans without AI. That will be the slogan, or that will be the impact of Gen AI. One more thing I just wanted to add is that Gen AI will be the oxygen for the human being. വിവിധ സ്വപ്നങ്ങളാൽ ആവശ്യങ്ങളാൽ നാടുവിട്ടുപോയ യുവത്വത്തെ ആ സ്വപ്നങ്ങൾക്ക് കേരളത്തിൽ വഴിയൊരുക്കി തിരിച്ചു കൊണ്ടുവരാൻ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന കേരള സർക്കാർ പ്രഖ്യാപനമായും കോൺക്ലേവ് മാറി. കേരളത്തിൽ റിവേഴ്സ് മൈഗ്രേഷൻ വളരെ വേഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് IT ഭീമൻ IBM സീനിയർ വൈസ് പ്രസിഡന്റ് നിർമ്മൽ ദിനേശിന്റെ വിലയിരുത്തൽ. കോൺക്ലേവിലൂടെ വലിയ വ്യാവസായിക നിക്ഷേപങ്ങളും മാനവ വിഭവ നിക്ഷേപങ്ങളുമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. മറ്റ് 12 മേഖലകളിലെ റൗണ്ട് ടേബിളുകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തിന്റെ ശക്തി ലോകത്തെ അറിയിച്ച 2 ദിവസങ്ങളാണ് കടന്നുപോയത്. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞുവെന്നും പുതിയ ലോകത്ത് നമ്മൾ പിന്നോട്ടാകില്ലെന്ന് മാത്രമല്ല മുന്നിൽ നിന്ന് നയിക്കുമെന്നും കോൺക്ലേവ് പ്രതിനിധികളുടെ സാക്ഷ്യം. കൈരളി ന്യൂസ്, കൊച്ചി.